കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പഴയ CPIM സംസ്ഥാന സെക്രട്ടറി എന്ന തരത്തിലേക്ക് തരം താഴുകയാണ്. ജനാധിപത്യപരമായ ഒരു സമരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബോധ്യമൊക്കെ സർക്കാരിനുണ്ടായല്ലോ, അത് തന്നെ ഭാഗ്യം. എന്തിനായിരുന്നു ഈ വലിയ പ്രഹസനം? യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് ഒരു ഭീകരവാദി എന്ന പോലെ പോലീസുകാർ വളയുന്നു. രാഹുൽ മാങ്കൂട്ടം ഉറങ്ങിക്കിടന്ന മുറിയിലെ ഡോറ് തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ഇത്ര ഷോ എന്തിനായിരുന്നു? അയാൾ ഒരു ഭീകരവാദിയാണോ? അയാൾ ഒരു കൊലയാളിയാണോ? അയാൾ ഏതെങ്കിലും ഒരു കൊടും കുറ്റം ചെയ്ത പ്രതിയാണോ? ഇതൊന്നുമല്ല. ജനാധിപത്യപരമായ ഒരു സമരം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ, അതും 1, 2, 3 പ്രതികൾ നിൽക്കുമ്പോൾ 4ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. 1ാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? എന്തിനായിരുന്നു ഇന്നലെ തന്നെ ഈ അറസ്റ്റ് നടത്തിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനു മുമ്പൊക്കെ ഈ പൊതുസമൂഹത്തിൽ സുലഭമായി നിന്നിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. നിരവധി പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോടൊപ്പം തന്നെ പങ്കെടുത്ത രാഷ്ട്രീയ നേതാവായിരുന്നു. VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ശാരീരികപരമായ അസ്വസ്ഥതയെ തുടർന്ന് വിശ്രമിക്കുവാൻ പോയതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. പിന്നെ എന്തിനായിരുന്നു ഈ വലിയ പ്രഹസനം? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പഴയ CPIM സംസ്ഥാന സെക്രട്ടറി എന്ന തരത്തിലേക്ക് തരം താഴുകയാണോ? എന്തിനാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ? ഈ നാട്ടിലെ ആബാലവൃദ്ധ ജനങ്ങൾക്കും ഈ സർക്കാരിനെ കൊണ്ട് ദുരിതം മാത്രമേ ഉള്ളൂ. കഷ്ടപ്പാടുകൾക്ക് നടുവിലൂടെ നടന്നു പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഏതൊക്കെ തരത്തിലൂടെ ചൂഷണം ചെയ്യാമോ അത്തരത്തിലെല്ലാം ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ. ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ നൽകാതെ സാധാരണക്കാരനെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സർക്കാർ. എല്ലാ സർക്കാർ സംവിധാനങ്ങളും അവതാളത്തിലായി നിൽക്കുന്ന ഒരു സർക്കാർ. വന്ധ്യവയോധികരായവരെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറക്കുന്ന സർക്കാർ. ഈ സർക്കാരിന് ഏത് തരത്തിലാണ് ജനം അംഗീകരിക്കേണ്ടത്? എല്ലാ മേഖലകളിലും അഴിമതിയും അക്രമവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്വന്തം പാർട്ടിക്കാർ ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയും മറ്റു പാർട്ടിക്കാർ എന്ത് ചെയ്താലും അതിനെതിരെ മുളവടി കൊണ്ട്, അധികാരം കൊണ്ട് അടിച്ചമർത്തുന്ന രാഷ്ട്രീയം പറയുന്ന ഈ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കേരളത്തിൽ നിന്നു പോകുന്നത്. ആ വിമർശനങ്ങളെയെല്ലാം കെട്ടിമൂടുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. ഇനി എന്തുകൊണ്ട് ഇന്നലെ ഈ അറസ്റ്റ് നടന്നു? കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര്. സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്കെതിരായി കരിങ്കൊടി വീശുന്ന SFI പ്രവർത്തകർ, മുദ്രാവാക്യം മുഴക്കുന്നവർ, അദ്ദേഹത്തെ തെമ്മാടി എന്ന് വിളിക്കുന്നവർ. ശരി, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാൻ പോയത് ഒരു തെറ്റായ നയമാണെന്ന് തന്നെ ഇരിക്കട്ടെ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഉദ്ഘാടനത്തിന് തൊടുപുഴയിൽ പോയ ഗവർണർക്കെതിരെ കരിങ്കൊടി വീശുന്നു. അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് സമ്മർദ്ദത്തിലാക്കുന്നു. നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയപ്പോൾ തലതല്ലി തകർക്കുകയും രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പൂച്ചട്ടിയും ഹെൽമറ്റും വെച്ച് തലതല്ലി തകർത്തപ്പോൾ SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടി വീശിയത് ജനാധിപത്യപരമായ ഒരു സമരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബോധ്യമൊക്കെ സർക്കാരിനുണ്ടായല്ലോ, അത് തന്നെ ഭാഗ്യം. എന്തായാലും സർക്കാരിന്റെ അനീതികളെ കെട്ടിമറയ്ക്കുവാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ഗവർണർ DYFI SFI പ്രവർത്തകരെ മുഖവരക്കെടുക്കാതെ ഉദ്ഘാടന വേദിയിൽ ധീരമായി ചെന്നതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള തന്ത്രം, ഇതിനൊക്കെ പുറകെ ഓടുന്ന മാധ്യമങ്ങളും. പക്ഷേ ദീപിക ഇതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദീപികയുടെ ഇന്നത്തെ ഒരു ലേഖനം ഇടതുപക്ഷ സർക്കാരിന്റെ ഈ പൊള്ളത്തരങ്ങളെ പറ്റിയിട്ട് തന്നെയായിരുന്നു. 2024 ജനുവരി 10-ാം തീയതി ബുധനാഴ്ച ഇന്നത്തെ പത്രത്തിലെ 7ാം നമ്പർ പേജിലുള്ള ഒരു ലേഖനമാണിത്. തലക്കെട്ട്: പരാജയങ്ങൾ മറയ്ക്കുവാനുള്ള ഒറ്റമൂലിയോ. ദീപിക പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് പൊതുജനങ്ങളും സർക്കാർ ജീവനക്കാരുമെല്ലാം അസംതൃപ്തരാണ്. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും DA കുടിശ്ശിക നൽകാൻ നിർവാഹമില്ല. സപ്ലൈകോ നോക്കുകുത്തിയായതോടെ വിലക്കയറ്റത്തിൽ ജനം നട്ടം തിരിയുന്നു. ശമ്പളവും ഓണറേറിയവും ആവശ്യപ്പെട്ട് ആശാവർക്കർ ബക്കറ്റ് പിരിവ് സമരത്തിലാണ്. ശബരിമലയിൽ മണ്ഡലകാലം സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. മകരവിളക്ക് മഹോത്സവത്തിന്റെ നടത്തിപ്പിലും ഏറെ ആശങ്കയുണ്ട്. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. ദുരിതങ്ങളുടെ പട്ടിക നീളുകയാണ്.
നിത്യനിദാന ചെലവുകൾ അടക്കം നടത്താൻ കടമെടുപ്പിനാകട്ടെ കേന്ദ്രം അനുവദിക്കുന്നുമില്ല. നവകേരള സദസ്സിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച ആശ്വാസം ഉണ്ടായില്ല. കേന്ദ്രത്തെയും പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തി രക്ഷപ്പെടുവാനുള്ള പദ്ധതിയും ഏശിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ പൊതുസമൂഹത്തിൽ ചർച്ചയായാൽ തിരിച്ചടി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പരാജയങ്ങളിൽ നിന്നും ജനകീയ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുകയാണ് രക്ഷാമാർഗം. കഴിഞ്ഞ കുറെ നാളുകളായി ശബരിമല വിഷയത്തിലും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലും ശമ്പള കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിലും ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരായുള്ള വിമർശനങ്ങളുടെ കാര്യങ്ങളിലുമെല്ലാം സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടായിരിക്കുകയാണ്. ആ വീഴ്ചകളെ കെട്ടിമറയ്ക്കുവാനുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണെന്ന് ദീപികയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനുള്ള ഒറ്റമൂലിയാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കൽ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഡോസായി വേണം ഇന്നലെ നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ കാണാൻ. LDF ഹർത്താൽ അവഗണിച്ച് ഇന്നലെ തൊടുപുഴയിൽ വ്യാപാരികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർക്ക് വാർത്താ പ്രാധാന്യം ഇല്ലാതാക്കാനും രാഹുലിന്റെ അറസ്റ്റ് ഉപയോഗപ്പെടുത്തിയെന്ന് കണക്കാക്കാം. തീർച്ചയായും ഇന്നലെ തൊടുപുഴയിൽ നടന്ന ഗവർണറുടെ ഉദ്ഘാടന ചടങ്ങിനെ വാർത്താ പ്രാധാന്യം ഇല്ലാതെയാക്കുവാൻ തന്ത്രപരമായി തിരഞ്ഞെടുത്ത ഒരു ഉപാധിയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ അത് മറ്റൊരു തരത്തിൽ കോൺഗ്രസിന് ഉപയോഗപ്രദമായി. കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരക്കടലായിരുന്നു നടന്നത്. പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ ശക്തമായ സ്വരത്തിൽ സർക്കാരിന് താക്കീത് നൽകി. ഇത് സർക്കാരിന് ലഭിച്ച മറ്റൊരു അടിയാണെന്നും പറയാം. വാർത്ത പിന്നീട് പോകുന്നത് ഇങ്ങനെയാണ്. അതിരാവിലെ വീട് വളഞ്ഞ് ഭീകരനെ എന്ന പോലെ പിടികൂടി കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം വരെ പോലീസിന്റെ കൺമുൻപിൽ ഉണ്ടായിരുന്നയാളെയാണ്. ഈ കേസിലെ 1, 2, 3 പ്രതികളെ പോലീസിന് വേണ്ട. സംസ്ഥാനത്ത് കൃത്യമായി നീതി നടപ്പാക്കാൻ ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ് പോലീസ്. ഭരണപക്ഷത്തിന് ഒരു നീതിയും പ്രതിപക്ഷത്തിന് മറ്റൊരു നീതിയും എന്നത് രണ്ടാം പിണറായി സർക്കാരിൽ വളരെ സമർത്ഥമായാണ് നടപ്പാക്കുന്നത്. ഗവർണറെ കരിങ്കൊടി കാട്ടുന്നവർക്കും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നവർക്കും രണ്ടു നിയമമാണെന്നത് എത്ര നാളായി കേരളം കാണുന്നു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയവരുടെ തലതല്ലിപ്പൊളിക്കുന്ന പോലീസുകാർക്കും രക്ഷാപ്രവർത്തകർക്കും പതക്കവും സ്വീകരണവും നൽകുമ്പോഴാണ് പ്രതിപക്ഷ നേതാക്കളെ വീട് വളഞ്ഞു പിടിക്കുന്നത്. കല്യാശ്ശേരി MLAയോട് SI പേര് ചോദിച്ചു എന്നത് വലിയ കുറ്റമായി കാണുന്ന സർക്കാർ പ്രതിപക്ഷ MLAമാരെ നേരിടുന്ന രീതി പൊതുജനം കാണുന്നുണ്ട്. ഒരു MLAയോട് അവിടുത്തെ SI അടക്കമുള്ളവർ പേര് ചോദിക്കുന്നു എന്നത് വളരെ ദയനീയമായ ഒന്നാണ്. അത്രമേൽ ജനകീയനല്ലാത്ത ഒരു MLA ആണ് അദ്ദേഹമെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ MLAയോട് പേര് ചോദിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരനെ ഖരാവോ ചെയ്യുന്ന രീതികളായിരുന്നു അവിടെ നടന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചവരെ രക്ഷാപ്രവർത്തകർ എന്ന ആലങ്കരിതമായ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുകയും ദണ്ടുപയോഗിച്ച് തലതല്ലി തകർത്ത അംഗരക്ഷകൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പതക്കവും ബഹുമതിയും നൽകി അംഗീകരിക്കുകയും ചെയ്യുന്നത് എവിടുത്തെ നീതിയാണ്, എവിടുത്തെ ന്യായമാണ്? അതേ രീതിയിൽ കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകർക്കും DYFI പ്രവർത്തകർക്കും ഒത്താശ ചൊല്ലുന്ന സർക്കാർ എന്ത് ജനാധിപത്യ രീതിയാണ് മുൻപോട്ട് വെക്കുന്നത്? ദീപിക പറയുന്നു, ജീവിതം വഴിമുട്ടിയ കർഷകർ ജീവനൊടുക്കുന്നത് സർക്കാരിന് വിഷയമല്ല. വനം വകുപ്പിന്റെ കാട്ടുനീതിയും വന്യമൃഗ ആക്രമണവും തടയാൻ സർക്കാരിന് സമയമില്ല. റബ്ബർ കർഷകരോടുള്ള വാഗ്ദാനം നിറവേറ്റാത്തതിൽ യാതൊരു വിശദീകരണവുമില്ല. മറിയക്കുട്ടിയുടെ സമരത്തോടെ ജാള്യതയിലായി മാറിയ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ മറുപടിയില്ല. ക്ഷേമ പെൻഷൻ നൽകാൻ മദ്യത്തിനും പെട്രോൾ ഡീസലിനും വില കൂട്ടിയുണ്ടാക്കിയ വരുമാനം എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. സംഭരിച്ച നെല്ലിന്റെ പണത്തിനായി മുമ്പെങ്ങുമില്ലാത്ത വിധം നെൽകർഷകർ സമരമുഖത്താണ്. നെൽകർഷകർ ആത്മഹത്യക്ക് വിധേയരാകുന്നത് കാണുവാൻ ഈ സർക്കാരിന് കണ്ണില്ല. വന്ധ്യവയോധികയായ ഒരു സ്ത്രീ തെരുവിൽ ഭിക്ഷയെടുക്കുന്നത് കാണുവാൻ ഈ സർക്കാരിന് കണ്ണില്ല. എന്തിനേറെ കൂടെ നിന്ന അംഗരക്ഷകൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ചെറുപ്പക്കാരുടെ തലതല്ലിപ്പൊളിച്ചത് കാണാത്ത മുഖ്യമന്ത്രിയുള്ള നാടാണ് കേരളത്തിൻ്റെത്. ഈ നാട്ടിലെ സർവരും കണ്ട, സർവരും അറിഞ്ഞ വാർത്ത പോലും അറിയാൻ സാധിക്കാത്ത തരത്തിൽ വെറും ദുർബലനാണോ ഈ നാടിന്റെ മുഖ്യമന്ത്രി? ദീപിക തുടരുന്നു. 2 മാസമായി ഓണറേറിയവും 3 മാസമായി ഇൻസെന്റീവും മുടങ്ങിക്കിടക്കുന്ന ആശാ വർക്കർമാരിൽ പലരും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിക്ക് കീഴിലല്ലാതെയാണ് ആശാ വർക്കർമാർ പ്രതിഷേധിക്കുന്നത്. ഇത്തരം വിഷയങ്ങളെല്ലാം ജനങ്ങൾ ചർച്ചയാക്കാതിരിക്കാനുള്ള എളുപ്പമാർഗമാണ് രാഷ്ട്രീയ സമരങ്ങൾ കുത്തിപ്പൊക്കുക എന്നത്. അത് ഗവർണർ സർക്കാർ പോരായാലും
പോലീസ് പ്രതിപക്ഷ ഏറ്റുമുട്ടലായാലും മറയാക്കാം. പ്രതിപക്ഷം സമരം കടുപ്പിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും തോന്നുന്നു. അതുവഴി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ദുരിത സാഹചര്യം അനുകൂലമാക്കാമെന്നും ഭരണപക്ഷം കരുതുന്നുണ്ടാകും. പ്രതിപക്ഷത്തിരുന്നപ്പോഴുള്ള സമരരീതിയും നേതാക്കളുടെ പ്രസംഗങ്ങളും CPM-കാർ മറന്നിട്ടുണ്ടാകും. എന്നാൽ പൊതുജനം മറന്നിട്ടില്ലെന്നും മാത്രം നിങ്ങൾ തിരിച്ചറിയുക. ജീവിക്കാൻ നിർവാഹമില്ലാതെ നട്ടം തിരിയുന്ന കേരള ജനതയെ സഹിക്കാൻ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ഭരണക്കാർ ചിന്തിക്കുക. രൂക്ഷമായ വിമർശനമാണ് ദീപിക സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും തുറന്നെഴുതിയിരിക്കുകയാണ് ദീപിക. സർക്കാരിന് ഇതൊക്കെ കേൾക്കാൻ സമയമുണ്ടാകുമോ ആവോ? എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയുള്ള സ്തുതിഗാനങ്ങളും സ്തുതിപാഠകരും വലം വെച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ കേൾക്കാനും കാണുവാനും സാധിക്കുക? എന്തായാലും ഇടതുപക്ഷ സർക്കാരിന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാണാതെ പോകില്ല പൊതുജനമെന്ന് ഓർമ്മയിരിക്കട്ടെ.